വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ സകല സമരങ്ങളും തുടങ്ങുന്നത് നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നാണല്ലോ വിജയേട്ടാ. നമ്മളിപ്പോ ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള സമരം തുടങ്ങിയതും ഈ ആസാമിൽ നിന്നാണ്. പക്ഷെ അവരുടെ സമരത്തിന്റെ ആംഗിൾ വ്യത്യസ്തമായിരുന്നു. ഇവരെല്ലാം ചവിട്ടി പുറത്താക്കണമെന്ന് പറഞ്ഞാണ് സമരം ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ സമാനമായ രീതിയിൽ വഖഫ് അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നതും ഇപ്പോൾ മണിപ്പൂരിൽ നിന്നാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മണിപ്പൂരിൽ നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന ഒരു ആംഗിൾ അല്ല ഇപ്പോൾ മണിപ്പൂർ ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മണിപ്പൂര് ഏത് വിധേനയും ശാന്തമാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ സകല പദ്ധതികളും അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും അമിത്ഷാ ഓരോ ദിവസവും മണിപ്പൂരിനെ കുറിച്ച് ഓരോ ട്വീറ്റ് എങ്കിലും ചെയ്യാറുണ്ട് എക്സിൽ. അവിടെ എല്ലാം പറയുന്നത് മെയ്തികളും കുക്കികളുമായിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്, സമാധാനം പുലരുകയാണ്, വിഘടനവാദികളെ അടിച്ചൊതുക്കുകയാണ്, ഡ്രഗ് മാഫിയ, ആയുധക്കടത്ത് മാഫിയ ഇവരെ എല്ലാവരെയും അവിടെ ഒന്നൊന്നായി പിടിക്കുകയാണ്, സംയുക്ത സേനയുടെ ഓപ്പറേഷൻ നടക്കുകയാണ്. അങ്ങനെ പറഞ്ഞു ഈ മണിപ്പൂരിനെ ഏത് വിധേനയും ശാന്തമാക്കാനായി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന കേന്ദ്ര സർക്കാരിന് വീണ്ടും തലവേദനയായി. ഇപ്പോ ഈ ഗോത്ര വിഭാഗങ്ങളുടെ ഒരു സമരമൊന്നുമല്ല, ഇപ്പോ വഖഫ് സമരം എന്ന് പറഞ്ഞൊരു സമരമാണ് അവിടെ വന്നിരിക്കുന്നത്. നമുക്കറിയാലോ, ഈ ഏത് സമരം വന്നാലും ഇപ്പൊ വഖഫ് സമരം എന്ന് പറഞ്ഞ് ഇവർ ഇറങ്ങിയാലും അതിന്റെ പുറകെ പൗരത്വ നിയമ ഭേദഗതി എതിർക്കുന്ന ആൾക്കാർ വരും, കാശ്മീരിന്റെ 370 എതിർക്കുന്ന ആൾക്കാർ വരും, കർഷകർ കുറെ എണ്ണം ഒന്ന് അണിനിരക്കും. എന്തിനു പറയുന്നു, ഗുജറാത്ത് കലാപം നരേന്ദ്രമോദി നടത്തി എന്ന് പറഞ്ഞു വരെ വെറും മോദി വിരോധത്തിന്റെ പേരിൽ കുറെ മതമൗലികവാദികൾ ഇതിന്റെ പുറകിൽ വന്ന് അണിനിരക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരു തീപ്പൊരിയാണ് മണിപ്പൂർ. അപ്പൊ മണിപ്പൂരിനെ ഇങ്ങനെ കേന്ദ്ര സർക്കാർ ശാന്തമാക്കിയാൽ പിന്നീട് ഒരിക്കലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ തങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ചില വിഘടനവാദ ശക്തികളാണ് ഇതിന്റെ പിന്നിൽ. അതായത് ഈ മണിപ്പൂരിൽ എന്തെങ്കിലും ഒരു തീപ്പൊരി അവിടെ എപ്പോഴെങ്കിലും വേണം എന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്ന വിഘടനവാദ ശക്തികളാണ് ഈ സമരത്തിന് പിന്നിൽ എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ മണിപ്പൂരിന്റെ പ്രശ്നം? മണിപ്പൂരിൽ ഗോത്ര വിഭാഗങ്ങൾക്ക് പ്രശ്നം തീർന്നപ്പോൾ ഇവരുടെ പ്രശ്നം തുടങ്ങുകയാണ്. ഇനി ഇവരുടെ പ്രശ്നം തീർക്കാൻ നേരത്ത് മണിപ്പൂർ വേറെ വലിയ രീതിയിലുള്ള കലാപത്തിലേക്ക് പോകുമോ? എന്താ തോന്നുന്നില്ല? ഇത് മണിപ്പൂർ അല്ല ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ രാജ്യത്തിന് ഒരു വലിയ വെല്ലുവിളിയായിട്ട് ഇരുന്ന രണ്ടുമൂന്ന് വിഷയങ്ങളുണ്ട്. അതിലൊന്ന് വിഘടനവാദികളാണ്. രണ്ട് ഈ പിന്നെ മതപരമായ തീവ്രവാദികൾ, അതായത് തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകൾ, തീവ്രവാദം. ഇതാണ് രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, അതിപ്പോ നമ്മൾ തൽക്കാലം ചർച്ച ചെയ്യുന്നില്ല, നമ്മൾ ഈ ചർച്ചയിൽ പലവട്ടം പറഞ്ഞിരുന്ന കാര്യം. എന്തായാലും നമുക്ക് ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പോകാം. രണ്ടാം മോദി മന്ത്രിസഭയുടെ കാലത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒന്നാം മോദി മന്ത്രിസഭയുടെ കാലത്ത് അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്നത് ഇന്ത്യയിലെ തീവ്രവാദം ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. അതിന്റെ പേരിലാണ് കാശ്മീരിലൊക്കെ വലിയ രീതിയിലുള്ള ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. അതിനെ അവർക്ക് ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ മാവോയിസ്റ്റ് വേട്ടയും അവർ ആരംഭിച്ചിരുന്നു. രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് അവർ എടുത്തിരുന്ന അവരുടെ ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിഹാദി തീവ്രവാദം, ഞാൻ ജിഹാദി എന്ന് പറയുന്നത് മോശം ഒരു നല്ല അർത്ഥമുള്ളതാണ്, പക്ഷെ ഞാനതിന് യൂസ് ചെയ്യുന്നത് ഈ തീവ്ര പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമായിട്ട് തന്നെ, തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകളുടെ ഭാഗമായിട്ട് തന്നെയാണ്. അത്തരം സംഘടനകൾ രാജ്യത്ത് ശക്തി പ്രാപിക്കുന്നതും തുരങ്കം വെക്കുന്നു, അതിനെ അടിച്ചൊതുക്കുക, ഇല്ലെങ്കിൽ അതിനെ പൂർണ്ണമായി ഇറാഡിക്കേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യവുമായിട്ടാണ്. അതൊരു വലിയ പരിധി വരെ ഈ സർക്കാർ വിജയിച്ചിട്ടുണ്ട്. ആ സർക്കാർ ഈ പ്ലാനുമായി മുൻപോട്ട് ഇറങ്ങിയപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞ, അല്ലെങ്കിൽ അവരുടെ വൃത്തങ്ങൾ നമുക്ക് ലഭ്യമായൊരു വിവരം, അവരന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ അടിച്ചൊതുക്കലിലൂടെ അത് പൂർണ്ണമായി തീരില്ല, പകരം ഇവരുടെ സ്കെൽറ്റൻസ് ഇവിടെ അവശേഷിക്കും. അതായത് 2019 to 2024 കാലഘട്ടത്തിൽ ഇത്തരം ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ, അതായത് സ്ലീപ്പർ സെൽ അടക്കമുള്ള വിഘടനവാദ ഗ്രൂപ്പുകളെ, അല്ലെങ്കിൽ മതത്തിന്റെ സ്വഭാവമുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ അടിച്ചൊതുക്കുമ്പോൾ അവരുടെ സ്കെൽറ്റൻസ് ഇവിടെ അവശേഷിക്കും. ആ സ്കെൽറ്റൻസിൽ നിന്ന് അവർ 2024 തൊട്ട് 2029 വരെ വീണ്ടും ശക്തി പ്രാപിക്കാൻ ഒരു ശ്രമം നടത്തും എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ സമീപകാല സംഭവങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആ രീതിയിലാണ് കാണാൻ കഴിയുന്നത്. പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഒരു സംഘടനയെ നിരോധിക്കുന്നു. ആ നിരോധനത്തിന് ശേഷം ആ സംഘടനയെ ഒതുങ്ങില്ല, അല്ലെങ്കിൽ അവർ ഉയർത്തിവിട്ട കാര്യങ്ങൾ ഒതുങ്ങില്ല എന്നുള്ള കാര്യം അവർക്കും അറിയാവുന്നതാണ്. ഇപ്പോഴും സജീവമായി തന്നെ സ്ലീപ്പർ സെല്ലുകൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെതുണ്ട്. പല പേരുകളിലും അവരുടെ വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്, അവരുടെ ഫണ്ട് പിരിവുകൾ നടക്കുന്നുണ്ട്, പല കാര്യങ്ങളും അവർ നടക്കുന്നു. ഇവര് ഇപ്പോഴും ടെസ്റ്റ് ഡോസുകൾ പലയിടത്തും നടത്തുന്നുണ്ട്. ഏതൊരു സംഘടനയും, പ്രത്യേകിച്ച് ഈ തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ ടെസ്റ്റ് ഡോസുകൾ നടത്താറുണ്ട്. എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. 2014 നരേന്ദ്രമോദി കയറിയതിനു ശേഷം ഇവരൊന്ന് ഭയന്നു. കാരണം ഇത് എങ്ങനെ ആയിരിക്കും മോദി റിയാക്ട് ചെയ്യും. കാരണം മോദിയെ കുറിച്ചുള്ള പിക്ചർ അതുവരെ അവർക്ക് ലഭ്യമായിരുന്ന അദ്ദേഹം ഒരു കൊടുമ്പരി കൊണ്ട ഹിന്ദു തീവ്രവാദി എന്നൊക്കെയായിരുന്നു. അപ്പൊ അയാൾ എങ്ങനെ പ്രതികരിക്കും, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും, ഇവർക്ക് അങ്കലാപ്പ് ഉണ്ടായിരുന്നുണ്ട്. 2014 to 2019 കുറെ ശാന്തമായിരുന്നു. എന്നാൽ 2019 ശേഷം ഇങ്ങനെ പോയാൽ ശരിയാകില്ല, മോദി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ രാജ്യത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ ഇല്ലെങ്കിൽ തങ്ങളുടെ ആ ലക്ഷ്യങ്ങളിൽ നിന്ന് തങ്ങൾ പിന്നോക്കം പോകുമെന്ന് ഈ സംഘടനകൾക്ക് മനസ്സിലായതുകൊണ്ട് ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിലായിരുന്നു പൗരത്വ ഭേദഗതി സമരം കൊണ്ടുവന്നത്. അത് അത്യാവശ്യം വിജയിച്ചു.
അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് അഗ്നിവീർ സമരം കൊണ്ടുവന്നത്. പക്ഷെ അത് പൊളിഞ്ഞുപോയി. കാരണം പൗരത്വ സമരം വന്നു കഴിഞ്ഞപ്പോഴേക്കും സെൻട്രൽ ഗവൺമെന്റിന് മനസ്സിലായി ഇത് ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ റൂട്ടുകൾ വരുന്നത്. കാരണം അവർ ഈ BJP ഗവൺമെന്റിന്റെ ഒരു രീതി നമ്മൾ മുമ്പ് പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അവരുടെ ഒരു പ്രധാനപ്പെട്ട രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഏത് സമരം വന്നു കഴിഞ്ഞാലും വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിനെ നമ്മൾ കാണുന്നത്. ഇതിനർത്ഥം എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ മാളത്തിൽ നിന്നാണ് ഈ സമരത്തിന്റെ ഈ പാമ്പുകളും പഴുതാരയും തേരട്ടയൊക്കെ വരുന്നതെന്ന് വാച്ച് ചെയ്യുകയും അത് മുഴുവൻ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഈ വലയിലായി കഴിയുമ്പോൾ വല മുറുക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അവരുടെ. അത് 2019 നമ്മൾ കണ്ടതാണ്. 2019 2024 രണ്ടാം മോദി മന്ത്രിസഭയുടെ കാലത്ത് നമ്മൾ കണ്ടതാണ്. അപ്പം അത് തീർന്നു. അപ്പൊ അതിനുശേഷം ഇവരൊന്ന് ഒതുങ്ങി. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒക്കെ നിരോധനമൊക്കെ വന്നൊന്ന് ഒതുങ്ങിക്കഴിഞ്ഞാലും അവര് ആ അടിത്തട്ടിൽ വളരെ സൈലന്റ് ആയിട്ടുള്ള അവരുടെ വർക്ക് ഇപ്പോഴും വളരെ ഭംഗിയായി തന്നെ മുൻപോട്ട് പോകും. അപ്പൊ അവരുടെ അടുത്ത ടെസ്റ്റ് ഡോസിനുള്ള ഏറ്റവും മികച്ച സമയമാണ് ഈ പറയുന്ന വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭം. ആ സമരത്തില് പ്രധാനപ്പെട്ട എല്ലാ മുസ്ലിം സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ അതിനെതിരെ രംഗത്ത് വന്നു. ഈ മുസ്ലിം ലീഗിലെ കണക്കുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ നിയമപരമായി തന്നെ കോടതിയിൽ അതിനെ നേരിടാനായിട്ട് മുമ്പോട്ട് ഇറങ്ങുന്നു. ഇന്നിപ്പോ നമ്മൾ കേരളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ യുവജന വിഭാഗമായ സോളിഡാരിറ്റിയും അവരുടെ SIO എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയൊക്കെ ഇപ്പോൾ ഇവിടെ ഈ കരിപ്പൂർ വിമാനത്താവളം ഉപരോധിക്കാനായിട്ടൊക്കെ ഉള്ള ഇന്ന് ഒരു ഉപരോധ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സ്ഥാപനങ്ങളിലൊക്കെ. അപ്പൊ അവിടെ കാരണം കേരളത്തില് അതിന്റെ ഒരു മുഖ്യധാരയിലേക്ക്, അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ സ്പേസിലേക്ക് കടന്നു കയറാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമി കഴിഞ്ഞ് കുറെ നാളുകളായി ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടി നമ്മൾ ഇതിനെ കാണണം. രണ്ടാമത്തേത് ഈ വടക്കിഴക്ക് സംസ്ഥാനങ്ങൾ, അതായത് ഈ മുസ്ലിം സംഘടനകൾ, അതായത് ഈ അതിതീവ്ര മുസ്ലിം സംഘടനകൾ വടക്കിഴക്ക് സംസ്ഥാനങ്ങൾ സജീവമാണ് എന്നുള്ള കാര്യം ന്യൂസ് ഇന്ത്യ മലയാളം തന്നെ ഒരു വർഷം മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ്. കാരണം അന്ന് അവിടെ ഈ സ്ഫോടനങ്ങളും മറ്റും നടന്നപ്പോൾ അതിൽ പിടികൂടിയവർ പറ്റും ബംഗ്ലാദേശിൽ നിന്നും വന്നിട്ടുള്ള ചില ഭീകരരുടെ സാന്നിധ്യം അവിടെ കണ്ടെത്താൻ കഴിഞ്ഞു. ISISയുടെ ചില മൊഡ്യൂളുകൾ നമ്മൾ അവിടെ പിടിച്ചു. നമ്മുടെ ചാനൽ തന്നെ മുമ്പ് കൊടുത്തിരുന്നൊരു വാർത്തയാണ്. അന്ന് പക്ഷെ എല്ലാവരും പറഞ്ഞത് നിങ്ങളുടെ ചാനല് പിന്നെ എല്ലാം ISISന്റെ തലക്കൊണ്ട് വെക്കും, ഇല്ലെങ്കിൽ അൽഖ്വയ്ദയുടെ തലക്കൊണ്ട് വെക്കും. പക്ഷെ അതല്ല എന്നുള്ള കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഈ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അവരത്ര ചെറിയ സംഖ്യ അല്ല എന്നുള്ളത് മനസ്സിലായി. ഏതാണ്ട് സ്ഥലം ഞാൻ ഓർക്കുന്നില്ല, അവിടെ 5000-ഓളം പേരാണ് ഒരു ചെറിയ നിമിഷം കൊണ്ട് തടിച്ചുകൂടിയത്. അതായത് സോഷ്യൽ മീഡിയ വഴി പ്രചരണം നടത്തുകയും ആ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് 5000-ഓളം പേര് തടിച്ചുകൂടുകയും അവിടുത്തെ ന്യൂനപക്ഷ മോർച്ച അലി അസ്കർ എന്ന് പറയുന്ന ന്യൂനപക്ഷ മോർച്ച അധ്യക്ഷന്റെ വസതി കത്തിക്കുകയും ചെയ്യും ഈ മണിപ്പൂരിൽ. അപ്പൊ അത്രത്തോളം സംഘർഷഭരിതമായ ഒരു ഈ രീതിയിലേക്ക് അവിടെ അതൊരു ടെസ്റ്റ് ഡോസ് ആണ്. അവിടെ എങ്ങനെ വിജയിക്കും? പക്ഷെ മണിപ്പൂരിനെ സംബന്ധിച്ച് അത് വിജയിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ ടെസ്റ്റ് ഡോസ് നടത്താനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ അവിടെ മെറ്റി കുക്കി വിഭാഗങ്ങൾ തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷം നിലനിൽക്കുന്നു. അപ്പൊ ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ അങ്ങനെ അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്ന മണിപ്പൂരിലേക്ക് ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെ ഉണ്ടാകും ടെസ്റ്റ് ഡോസ്. നിലവിൽ മണിപ്പൂരിലെ വിഷയം നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ അറിയുന്ന വാർത്ത, മണിപ്പൂരിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞ വാർത്ത 12 ഇന പരിപാടി, 12 കാര്യങ്ങളില് ചർച്ച നടക്കുകയാണ് കുക്കികളും ഒപ്പം തന്നെ മേത്തി വിഭാഗവും തമ്മിൽ. അമിത്ഷാ നേരിട്ടാണ് ആ ചർച്ച നടത്തുന്നത്, ഡൽഹി വെച്ചാണ് ചർച്ച നടന്നത്. അതിൽ 6 കാര്യങ്ങളിൽ ഇവരിപ്പോ ഐക്യത്തിൽ എത്തിയിട്ടുണ്ട്, കുക്കികളും മേത്തികളും തമ്മിൽ. 12-ൽ 6 കാര്യങ്ങളിൽ രണ്ടു കൂട്ടരും ഓക്കെ ആയിട്ടുണ്ട്. അതിൽ കുറെ ഡിമാൻഡ്സുകൾ ഉണ്ടല്ലോ രണ്ടു കൂട്ടർ. ചർച്ച വരുമ്പോൾ രണ്ടു കൂട്ടർക്കും ഡിമാൻഡ്സ് കാണും. അതിലത് സർക്കാർ മുമ്പോട്ട് വെച്ച 12 ഇന കാര്യങ്ങളുണ്ട്. ഒരു ട്രീറ്റ് ആകുമ്പോൾ, ഒരു ഉടമ്പടി ആകുമ്പോൾ അങ്ങനെ വെക്കുമല്ലോ. അതിൽ 6 നിന്ന് ബാക്കി 6 കൂടെ ഉടൻ ഒരു സമവായം ഉണ്ടാകും എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്ത. ആ ഒരു അവസരത്തിലാണ് അവിടെ നടക്കുന്നത്. അസാമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാമിൽ വളരെ ശക്തമാണ് ഇത്തരം സംഘടനകൾ. പോപ്പുലർ ഫ്രണ്ടിലും ഒക്കെ വളരെ മുമ്പ് അവിടെ ഹിമന്ത ബിശ്വ ശർമ്മ ഇരുന്നപ്പോൾ അവിടെ ഈ കുടിയേറ്റം ഇറക്കാൻ പോയപ്പോൾ ഒരു വെടിവെപ്പൊക്കെ നടന്നും പെട്രോൾ എറിഞ്ഞുമൊക്കെ, പെട്രോൾ ബോംബ് എറിഞ്ഞുമൊക്കെ ഒരാൾ കൊല്ലപ്പെട്ട വാർത്തയുണ്ട്. അതും ഒരു വർഷം മുമ്പുള്ളതായിരുന്നു. അത് പോപ്പുലർ ഫ്രണ്ടുകാരായിരുന്നു, SDPIക്കാരായിരുന്നു അന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. അവിടുത്തെ ഒരു ക്ഷേത്രഭൂമി കയ്യേറി ഒഴിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിയാണ്, അവിടെ അനധികൃത കയ്യേറ്റി ഒഴിപ്പിക്കാൻ. അപ്പൊ അതുമായിട്ട് അപ്പൊ അവിടെ അവര് സജീവമാണ്. അപ്പൊ അവിടെയും ഒരു ടെസ്റ്റ് ഡോസ് നടത്തി. പക്ഷെ അവിടെ ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്ന വളരെ സ്ട്രോങ് ആയിട്ട് മുഖ്യമന്ത്രി ആയതുകൊണ്ടും വളരെ ശക്തമായ ഭരണം നടക്കുന്നതായതുകൊണ്ട് അവിടെ അധികം വിളച്ചിലൊന്നും നടന്നില്ല. ഈ പൊതുമുതൽ നശിപ്പിക്കാനായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറെ അറസ്റ്റുകൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പശ്ചിമബംഗാൾ പൊതുവെ ഇത്തരത്തിലുള്ളവർക്കും, പ്രത്യേകിച്ച് ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വലിയ വിഭാഗം കുടിയേറ്റക്കാർ തമ്പടിച്ചിരിക്കുന്ന 6ഓളം ജില്ലകളിൽ അവർക്ക് മേധാവിത്വമുള്ള ഇടങ്ങളാണ് പശ്ചിമ ബംഗാൾ. അവിടെയും ഈ പറയുന്ന രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് ഉണ്ടാകേണ്ട ഒരു സ്ഥലം സൗത്ത് ഇന്ത്യയാണ്. അതിനുള്ളൊരു മുന്നൊരുക്കം എന്ന നിലയിൽ ചെന്നൈയിലും ഒപ്പം തന്നെ ഹൈദരാബാദിലും കേരളത്തിലും പ്രതിഷേധ പ്രകടനങ്ങളും മറ്റും നടന്നു. അത് അക്രമ സംഭവങ്ങളിലേക്ക് നീങ്ങിയിട്ടില്ല. ഇതൊരു ടെസ്റ്റ് ഡോസ് മാത്രമാണ്. അതായത് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന്റെ ആ സ്കെൽറ്റൻസ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ആ സ്കെൽറ്റൻസ് ഇപ്പോഴും ചരിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ടെസ്റ്റ് ഡോസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ മുഖ്യധാര സംഘടനകളെല്ലാം തന്നെ, അതായത് ഇപ്പൊ മുസ്ലിം സംഘടനകൾ അനവധിയുണ്ട് നമ്മുടെ ഇന്ത്യയിൽ.
അതിലെ വലിയ മുസ്ലിം സംഘടനകളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞത് ഞങ്ങൾ ഇനി തെരുവിലെ പ്രതിഷേധങ്ങളില്ല, അതെ ഞങ്ങൾ എന്ത് വന്നാലും അവർ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചാണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞു ഇനി എന്ത് വന്നാലും ഞങ്ങൾ നിയമപരമായി നേരിടും, ജനാധിപത്യ മാർഗത്തിൽ കൂടെയുള്ള സമരങ്ങളും കാര്യങ്ങളും ഞങ്ങളുള്ളൂ. കാരണം തെരുവിൽ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം അവർ 2019-24 കാലഘട്ടത്തിൽ നന്നായിട്ട് മനസ്സിലാക്കിയതാണ്. പലരുടെയും കിടപ്പാടം നഷ്ടപ്പെട്ടു, പലരും ജയിലിലായി, പലരും വല്ലാത്ത രീതിയിലേക്ക് അവർ ഗതി മാറിപ്പോയി. അത് തന്നെയല്ല, ഈ നമ്മുടെ രാജ്യത്ത് നിന്ന് അവർ ഒരു സൈഡിലേക്ക് പോകുന്ന, ഒരു സൈഡ് ചെയ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക് ഒരു സമുദായത്തെ മുഴുവൻ എത്തിക്കാനേ അത് കഴിയും എന്ന് അവർക്ക് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അത്തരം സംഘടനകളും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഈ വലിയ പ്രക്ഷോഭ പരിപാടികൾ മാറുന്നുണ്ട്. പകരം ഇത്തരത്തിൽ അക്രമത്തിലേക്ക് തിരിയുന്നത് ഇത്തരം മുഖ്യധാര സംഘടനകളല്ല, പകരം ഇതുപോലുള്ള അതിതീവ്രമായ പൊളിറ്റിക്കൽ ഇസ്ലാമിൽ പെടുന്ന സംഘടനകളാണ് ഈ രീതിയിലേക്ക് പോകുന്നത്. ഇത് അവരുടെ ഒരു ടെസ്റ്റ് ഡോസ് ആണ്. ഇനിയും വരും. ഇനി നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഏകീകൃത സിവിൽ കോഡ് വരുമ്പോൾ ഇത്തരം സമരങ്ങൾക്ക് പിന്തുണയുമായി പ്രതിപക്ഷ പാർട്ടികൾ കൂടി വരികയും വീണ്ടും പൗരത്വ ഭേദഗതി സമരം പോലത്തെ സമരങ്ങൾ ഈ രാജ്യത്ത് നടക്കാൻ സാധ്യതകൾ നിലക്ക് നിൽക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ 2025-ലോ 2026-ലോ ഏകീകൃത സിവിൽ കോഡ് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സംഘത്തിന്റെ 100-ാം വാർഷികം, രണ്ട്, യുപിയിലെ തെരഞ്ഞെടുപ്പ്. ഇത് രണ്ടിനും മുന്നോടിയായിട്ട് ഏകീകൃത സിവിൽ കോഡ് ആയിരിക്കും BJP മുന്നോട്ട് വെക്കുന്ന ആശയവും അത് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ വഖഫ് ബില്ലിനെതിരെ കോൺഗ്രസ് ഇതിനെ കേരളത്തിൽ ഒഴികെ അല്ലെങ്കിൽ മറ്റ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഒഴികെ ബാക്കിയോടൊന്നും ഈ വലിയ ആക്റ്റീവായിട്ട് ഇതിന്റെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം ആക്റ്റീവായിട്ട് നിൽക്കാത്തതിന് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഹിന്ദു വോട്ട് എന്ന് പറഞ്ഞ പഴയ വോട്ടല്ല, വോട്ട് ബാങ്കാണ്. അപ്പൊ ആ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമോ, ഉള്ള വോട്ടൂടെ പോകുമോ എന്നൊരു ഭയം അവർക്ക് വല്ലാതെ ഉണ്ട്. അതുകൊണ്ടാണ് അവർ മറ്റ് സംസ്ഥാനങ്ങൾ അതിനകത്ത് ഇടപെടാത്തത്. ഏതായാലും ഒരു പോപ്പുലർ ഫ്രണ്ട് നശിച്ചിട്ടില്ല, ഇല്ല നശിക്കുന്നില്ല. അവർ മറ്റൊരു രൂപത്തിൽ ഒരു ടെസ്റ്റ് ഡോസ് ആണ് ഇപ്പോൾ ഇന്ത്യ നടക്കുന്നത്. വഖഫിന്റെ ഈ സമരം, അതായത് അക്രമാസക്തമായ സമരങ്ങളെല്ലാം തന്നെ ഒരു ടെസ്റ്റ് ഡോസ് ആണ്. കാരണം ഈ സമരത്തിന് അക്രമാസക്തമാകേണ്ട യാതൊരു കാര്യങ്ങളും ഇല്ല. കാരണം നമുക്കറിയാം, ഇതിപ്പം മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ കോടതിയാണ് സമീപിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗ് മാത്രമല്ല, BJPയുടെ മണിപ്പൂരിലുള്ള സഖ്യകക്ഷി NDP അല്ല, മറ്റേതോ ഒരു പാർട്ടിയുണ്ട്, അദ്ദേഹം കോടതിയെ സമീപിച്ചിട്ടുണ്ട് വഖഫ് ബില്ലിനെതിരായി. അപ്പം കോടതിയെ സമീപിച്ചുകൊണ്ട് അവരൊരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ ഇത്തരം സംഘടനകളാണ് വെസ്റ്റ് ബംഗാളിലും അതുപോലെ തന്നെ ഈ പറയുന്ന മണിപ്പൂരിലുമൊക്കെ സംഘർഷത്തിലേക്ക് പോകുന്നത്. പക്ഷെ മണിപ്പൂർ ഇപ്പൊ ശാന്തമാണ്. അവിടെ പട്ടാള ഭരണം ആയതുകൊണ്ടും രാഷ്ട്രീയ ഭരണം ആയതുകൊണ്ടും വലിയ കളിയൊന്നും നടക്കാൻ സാധ്യതയില്ല. വെസ്റ്റ് ബംഗാളിൽ പിന്നെ പണ്ടേ സ്ഥിതി അങ്ങനെയാണ്. അത് മമതാ ബാനർജി സ്പോൺസർ ചെയ്യുന്ന സമരങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. അക്രമാസക്തമായ സമരത്തിലേക്ക് ആ സംഘടന ഒരു ടെസ്റ്റ് ഡോസോട് നടത്തുകയാണ്, വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത്. താങ്ക് യു ബിജു ചേട്ടാ, താങ്ക് യു സോ മച്ച്.